വെജിറ്റബിൾ കറി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കോമൺ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ് ഈ പംകിൻ വെച്ചിട്ടുള്ള റെസിപ്പീസ്. മത്തങ്ങ വെച്ചിട്ടുള്ള ഓലനും വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും ഓരോ ആൾക്കാരും അത് ഓരോ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് മത്തങ്ങ ഓലൻ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓലൻ ഉണ്ടാക്കാൻ നല്ല ടെൻഡർ ആയിട്ടുള്ള പംകിനാണ് ഉപയോഗിക്കുന്നത്. മൂത്ത് പോയിട്ടുള്ള മത്തങ്ങ വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഭയങ്കര സ്വീറ്റ് ആയിരിക്കുമല്ലോ അതിന്. ഇത് ഭയങ്കരമായിട്ട് മൂത്ത് പഴുത്തിട്ടുള്ള മത്തങ്ങ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സ്കിൻ അത്ര ഹാർഡൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പാർഷ്യലി അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അതിൻ്റെ സ്കിന്നോട് കൂടി തന്നെ ഓലൻ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സീഡ് മാത്രം ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇതിനു മുന്നേ പംകിൻ വെച്ചിട്ടുള്ള അട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പംകിനെ മത്തങ്ങ എന്ന് പറയേണ്ടതിന് പകരം കുമ്പളങ്ങ എന്ന് പറഞ്ഞതുകൊണ്ട് കുറേ ക്രിറ്റിസിസം ഞാൻ കേൾക്കുകയും ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ഈ പംകിനെയും അതുപോലെ ഇളവൻ കുമ്പളങ്ങ, അതിന് രണ്ടിനെയും കോമൺ ആയിട്ട് കുമ്പളങ്ങ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുകയുണ്ടായത്. എനിവേ ഈ പംകിൻ വെച്ചിട്ടുള്ള പായസത്തിൻ്റെയും അടയുടെയും ഒക്കെ വീഡിയോ ചാനലിലുണ്ട്, കണ്ടു നോക്കണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം. ഇതിന് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടിയും പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിത് വളരെ തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. തേങ്ങാപ്പാൽ പോലും ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ഇതിനാവശ്യമില്ല. ഇത് എത്രയാണോ കുക്കറിലുള്ളത് അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് മാത്രമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വളരെ നേരിയതായിട്ടാണല്ലോ കട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ വിസിലിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 4-5 കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടില്ല, ഇത് ഒരുപാട് ഉടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ വേവാതി ഇരുന്നിട്ടില്ല. ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയാൽ മതി. അതുപോലെ ഒരുപാട് ഗ്രേവി ആവരുത്, ഭയങ്കര ഡ്രൈയും ആകരുത്. ഇതിലേക്ക് ചേർത്ത തേങ്ങയും കാന്താരിയും ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ഉള്ളി മുറിച്ചെടുക്കണം. ചെറിയ ഉള്ളി ആണെങ്കിൽ അതാണ് നല്ലത്. അത് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സവാളയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തേങ്ങ ചേർത്ത ഉടനെ ഇത് ചേർത്ത് കൊടുക്കരുത്. തേങ്ങ ചേർത്ത് അതൊന്ന് ബോയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഈ കറി പെട്ടെന്ന് മോശമായി പോകും. ഉള്ളി ഏറ്റവും കനം കുറഞ്ഞ് അരിയാനും ശ്രദ്ധിക്കണം. അതുപോലെ എല്ലാ പീസസും ഒരേ കനത്തിലാകാനും ശ്രദ്ധിക്കണേ. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് താളിക്കുന്നതിന് പകരം ഈ ഉള്ളിയാണ് താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി ഗോൾഡൻ ഫ്രൈ ആകണം. അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ആകണം. അത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ വെളിച്ചെണ്ണയിൽ അത് വെച്ചേക്കരുത്, ഉടനെ തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിലൊക്കെ വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്യുന്നില്ല, അത് തന്നെ സംഭവം. ഉള്ളി ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാത്തത്. ഇത് നോർമലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മാത്രം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കടുക് താളിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് തോന്നാറുണ്ട്. ഒരു വെറൈറ്റി ഫ്ലേവർ ഇതിന് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ ട്രൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈസി റെസിപ്പിയാണല്ലോ, ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.